ഇതുപോലത്തെ ബ്രാഞ്ചസ് ഉണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ ഏകദേശം ഒരു 5 ബ്രാഞ്ചസ് നമ്മൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസിന് നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്തു. ഷെരീഫ് കടവണ്ടിയാണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് അഷ്റഫിൻ്റെ വീട്ടിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കാട്ടിമൂന്ന് എന്ന മാവാണ്. വളരെ ബെസ്റ്റ് മാവാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വർഷത്തിൽ 2 തവണ നമുക്ക് ഫ്രൂട്ട് കിട്ടും എന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ വലിയൊരു തൈയിനെ അത് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് ഷേപ്പാക്കി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ബ്രാഞ്ചസ് ഉണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇവിടെ ഏകദേശം ഒരു 5 ബ്രാഞ്ചസ് നമ്മൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതിലും ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ബ്രാഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യും, കട്ട് ചെയ്ത്. ഇനി ഈ ചെടി നമ്മൾ മണ്ണിലേക്ക് വെക്കാം. ഇപ്പോൾ ഞാൻ പറയലുണ്ട്, നമ്മൾ എവിടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മുടേതായ വളക്കൂട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 5-8 കൂട്ട് വള മിക്സാണിത്. അപ്പോൾ നമ്മൾ ആദ്യം 3 അടി കുഴിയാണ് എടുത്തിട്ട്, കാരണം നമ്മളിപ്പോൾ തൈയുടെ സൈസ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റിൽ ചോദിച്ചിരുന്നു 2-2 കുഴിയാണോ എല്ലാ അങ്ങനെയല്ല, നമ്മൾ ചെറിയ തൈ ആണെങ്കിൽ 2-2 കുഴിയാണ് എടുക്കേണ്ടത്. ഇത് ഏകദേശം ഒരു 5 അടി ഹൈറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ട് നമ്മളൊരു 3 അടി വീതി 3 അടി താഴ്ചയിൽ വലിയൊരു കുഴി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടിച്ചിട്ട് അപ്പോൾ നമ്മൾ തൈ കുഴിയിലേക്ക് ഇറക്കുന്ന സമയത്ത് ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് കവർ കട്ട് ചെയ്യണം. സൈഡ് കവർ എപ്പോഴും നമ്മൾ മാവ് വെക്കുന്ന സമയത്ത്, മാവ് എന്നല്ല ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ വെക്കുന്ന സമയത്ത് അതിൻ്റെ ബഡ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് അത് മുകളിലാകുന്ന രീതിയിൽ, ഇതാണ് ഇതിൻ്റെ ഗ്രാഫ്റ്റ് ബഡ് വരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡോ നമ്മൾ ചൂസ് ചെയ്യുക. പ്രത്യേകിച്ച് മാവൊക്കെ അപ്രോച്ച് ഗ്രാഫ്റ്റ് മാക്സിമം ഒഴിവാക്കുക. ഇനി മണ്ണിടാം. നമ്മൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഈ കാറ്റത്തൊന്നും ഇങ്ങനെ ആടാതിരിക്കാനാണ്. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുക, ഒന്ന് കെട്ടി കൊടുക്കുക. ഇനി നമ്മൾ നട്ട് കഴിഞ്ഞാൽ ഒരു നട്ട് നന എന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ മിനിമം ഒരു 20 ലിറ്റർ വെള്ളമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നനക്കണം. മഴ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും നന കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷം തന്നെ ഇതിന്മേൽ ഫ്രൂട്ട് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.